പക്ഷേ കുഞ്ഞീഷ മാഷേ നമസ്കാരം. ആഹാ, ബാലകൃഷ്ണ മാഷ് എത്തിയല്ലോ. വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഓൺ റൈറ്റ് ടൈം. ഓൺ റൈറ്റ് ടൈം. യാ മാഷേ നമസ്കാരം. പഞ്ചായത്തിലെ 9ാം വാർഡിലെ എല്ലാ വോട്ടർമാർക്കും സുഖം തന്നെയല്ലേ? സുഖം. നല്ല സുഖം. സുഖമാണ്. മാഷിന് സുഖമാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും സുഖമാണ്. എന്നാ പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കാം. ഓക്കെ. അപ്പോ കുഞ്ഞീഷ മാഷ് ഉണ്ട്. ബാലകൃഷ്ണൻ മാഷുണ്ട്. അപ്പൊ നമ്മള് 2 മാഷന്മാരുടെ കളിക്കും. 3 മാഷന്മാരായിട്ടോ. ഞാനും മാഷ. അപ്പോ മാഷ് 3 കുഞ്ഞീഷ മാഷ്, അരുൺ മാഷ് എന്നാണ് എന്നെ ചിലര് വിളിക്കാറുള്ളത്. പിന്നെ എൻ്റെ ഭാര്യ ഇടയ്ക്ക് വിളിക്കും. പിന്നെ ബാലകൃഷ്ണ മാഷ്. അപ്പൊ നമ്മള് മാഷന്മാരുടെ വർത്താനാണ് ഇനി ഒരു 10 മിനിറ്റ് കേട്ടോ. ഞാൻ വളരെ പെട്ടെന്ന് ഫ്രീ ആക്കാം. എനിക്കറിയാം വളരെ തിരക്കുള്ളൊരു ദിവസമാണ്. അപ്പം ആ മണ്ഡലത്തിലേക്ക് വന്നാലേ ആദ്യം മാഷിനെ കുറിച്ച് ഈ മാഷോട് ചോദിക്കട്ടെ. ഈ മാഷിന്റെ സാധ്യത എങ്ങനെയാണ്? 100% ഉറപ്പാണ്. ആണോ? LDF ഉറപ്പാണെന്നല്ലേ പറഞ്ഞത്. എന്തുകൊണ്ടും ആണല്ലേ? ഉറപ്പല്ലേ? അപ്പൊ 100%. അപ്പൊ മണ്ഡലത്തില് കഴിഞ്ഞ നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ മത്സരിച്ച് മണ്ഡലത്തിലൊക്കെ സജീവ സാന്നിധ്യമായി എന്നാണ് UDF അവകാശപ്പെടുന്നത്. മാത്രമല്ല കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ അപരിചിതനായിരുന്നു. പക്ഷെ ഇപ്പൊ തവണ ഉണ്ണിത്താൻ അപരിചിതനല്ല, മണ്ഡലത്തിലൊക്കെ ഉണ്ട്. കുറെ ഹൈ മാസ്ക് ലൈറ്റുകളൊക്കെ നമ്മൾ കണ്ടു. അപ്പോ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു ടഫ് കാൻഡിഡേറ്റ് അല്ലേ ഇത്തവണ? അല്ല, അതിന് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ഇലക്ഷന്റെ സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം. അതിന് മാറ്റമുണ്ട്. സാഹചര്യങ്ങൾ മാറി. 2019 രാഹുൽ ഗാന്ധി, ശബരിമല, കൃപേഷ് ശരത്ലാൽ, അങ്ങനെ കുറെ ആ ഇഷ്യൂ ഒന്നും ഇപ്പോഴില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾ മൊത്തം ആഗ്രഹിക്കുന്ന ഒരു മാറ്റം തന്നെയാണ്. ഓക്കെ. അപ്പൊ മാഷെ, അങ്ങനെ ഒരു മാറ്റം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് വോട്ടർമാരെ കാണുമ്പോൾ മാഷ് തോന്നുന്നുണ്ടോ? 100%. ഇപ്പോൾ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞല്ലോ, മണ്ഡലത്തിൽ പരിചിതനാണ് മറ്റേ സ്ഥാനാർത്ഥി എന്നുള്ളത്. ഞാൻ സുപരിചിതനാണ്. ഈ മണ്ഡലത്തിൽ തന്നെ ജനിച്ചു വളർന്ന് ഈ മണ്ഡലത്തിൽ ആളുകളുടെ കൂടെ പ്രവർത്തിച്ച് ഇപ്പോഴും പൊതുപ്രവർത്തനം നിർത്തിയിട്ടില്ലാത്ത അവരുടെ പ്രശ്നങ്ങൾ അവരുടെ ഇടയിൽ നിന്ന് കേട്ട് പരിഹാരം കണ്ടുപോകുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം സാന്ദർഭികമായി സ്ഥാനാർത്ഥിയായി എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ ജനങ്ങളുടെ ഇടയിൽ തന്നെയാണ്. ഒരു സംശയവുമില്ല. ഇത്തവണ ഞാൻ കല്യാശ്ശേരി മുതൽ മഞ്ചേശ്വരം വരെ ഈ 7 അസംബ്ലി മണ്ഡലങ്ങളിലും 41 ദിവസക്കാലമായി പര്യടനം നടത്തിക്കൊണ്ട്. അപ്പോൾ ഏകദേശം വ്രതകാലം കഴിഞ്ഞു. 41 വ്രതകാലം. പക്ഷേ ഒരു ചായ കുടിച്ചുകൊണ്ട് തുടങ്ങാം. ചായ കുടിക്കാറില്ല. ചായ കുടിക്കാറില്ല. അന്ന് നേരത്തെ പറഞ്ഞു. എന്തായിരുന്നു നേരത്തെ അന്ന് പറഞ്ഞു? ഇല്ല, ഞാനത് അല്ലല്ല, മാഷ് ചായ കുടിക്കാറില്ല. പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ എങ്ങനെ ചൂടിനെ പ്രതിരോധിക്കും? അപ്പം എനിക്ക് ചൂട് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ചൂട് അറിയുന്നേ ഇല്ല. ഉഷ്ണേന ശാന്തതി എന്നുള്ളൊരു വാർത്ത. രാഷ്ട്രീയ ചൂടിൽ തെരഞ്ഞെടുപ്പ് ചൂടിൽ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാറേ ഇല്ല. എനിക്ക് അങ്ങനെ തോന്നാറുമില്ല. ജനങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരും വെയിൽ കൊള്ളുന്നു, ഞാനും വെയിൽ കൊള്ളുന്നു, തുല്യരാണ്. ആ ബോധമാണ് എന്നെ നയിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ ആദ്യം കാണുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച തൊട്ടടുത്ത ദിവസമാണ് നമ്മൾ തമ്മിൽ ആദ്യം സംസാരിക്കുന്നത്. തീർച്ചയായും. അപ്പൊ അന്ന് വരുന്ന സമയത്തുള്ളതിൽ നിന്ന് എങ്ങനെയാണ് മാറിയിരിക്കുന്നത്? ഇപ്പൊ 2-3 റൗണ്ടുകൾ പിന്നിട്ടിരിക്കുന്നു. വലിയ ഡെവലപ്മെന്റാണ് ഉണ്ടായിട്ടുള്ളത്. ഞാനിപ്പോൾ പോയി 100 കണക്കിന് വോട്ടർമാരെ, ആബാലവൃദ്ധം ജനങ്ങളെ ഞാൻ കാണുകയാണ്. ഈ 41 ദിവസക്കാലവും 10,000 കണക്കിന് ആളുകൾ കണ്ടിട്ടുണ്ട്. അവർക്കെല്ലാം എന്തെന്നില്ലാത്തൊരു ആവേശമുണ്ട്. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു, ഞാൻ പല ആളോടും ചോദിച്ചു എന്താണ് ഇങ്ങനെ. അപ്പോൾ അവർ പറയുന്നത് കഴിഞ്ഞ 5 വർഷക്കാലം ഈ മണ്ഡലം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു നഷ്ടബോധം ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ആ നഷ്ടബോധത്തിൽ നിന്നുണ്ടാകുന്ന ഒരു വേദന, അങ്ങേയറ്റത്തെ ദുഃഖം, ഒരു പശ്ചാത്താപം, ഇതിന്ന് ജനങ്ങളിൽ തളം കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത് കിട്ടിയ ഒരു ചാൻസ് ഫലപ്രദമായി അവർ ഉപയോഗിക്കുമെന്ന് തന്നെയാണ് തീരുമാനം.